എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വചനം എന്ന വ്യാകരണ ഭാഗമാണ്. എന്താണ് വചനം? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായി നാമത്തിൽ വരുത്തുന്ന രൂപഭേദമാണ് വചനം. ഒന്നിനെ കുറിക്കുന്നത് ഏകവചനമെന്നും ഒന്നിലധികം എണ്ണത്തെ കുറിക്കുന്നത് ബഹുവചനമെന്നും പറയുന്നു. ശബ്ദത്തിനുമേൽ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്താണ് ബഹുവചനമുണ്ടാകുന്നത്. കൾ, മാർ തുടങ്ങിയവയാണ് ബഹുവചന പ്രത്യയങ്ങൾ. ഏകവചനത്തിന് ഉദാഹരണങ്ങളാണ് പുരുഷൻ, അമ്മ, പുസ്തകം, മനുഷ്യൻ, മരം തുടങ്ങിയവ. ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ് പുരുഷന്മാർ, അമ്മമാർ, പുസ്തകങ്ങൾ, മനുഷ്യന്മാർ, മരങ്ങൾ, സ്ത്രീകൾ തുടങ്ങിയവ. ബഹുവചനത്തിന് 3 വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് സലിംഗ ബഹുവചനം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ബഹുത്വത്തെ കാണിക്കുന്നു. ഉദാഹരണം: ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പൂങ്കോഴികൾ, ഭാര്യമാർ, നദികൾ, മലകൾ, പിടിയാനകൾ, ഗായികമാർ തുടങ്ങിയവയെല്ലാം സലിംഗ ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. എന്താണ് അലിംഗ ബഹുവചനം? പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വം കാണിക്കുന്നതിനെയാണ് അലിംഗവചനം എന്ന് പറയുന്നത്. ആൺപെൺ വ്യത്യാസം തിരിച്ചറിയാൻ സാധിക്കാത്ത ബഹുവചന രൂപമാണ് ഇത്. ഉദാഹരണം: കുട്ടികൾ, അധ്യാപകർ, മൃഗങ്ങൾ, മക്കൾ, ബന്ധുക്കൾ, ജനങ്ങൾ, മടിയർ, പക്ഷികൾ, നർത്തകർ തുടങ്ങിയവയെല്ലാം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അവസാനത്തേത് പൂജക ബഹുവചനം. ബഹുമാനം അല്ലെങ്കിൽ ആദരവിനെ സൂചിപ്പിക്കുന്നതിനായി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായ അർ, കൾ, മാർ തുടങ്ങിയവയിൽ ഏതെങ്കിലും ചേർക്കുന്നതാണ് പൂജക ബഹുവചനം. ഉദാഹരണം: നിങ്ങൾ, സ്വാമികൾ, തിരുവടികൾ, താങ്കൾ, ബ്രാഹ്മണർ, ശാസ്ത്രികർ, ഭീഷ്മർ തുടങ്ങിയവ. നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവിനായി കൂടെ കൂടുമല്ലോ.